വലിയ മനോവിഷമമാണ് നമ്മുടെ അർജുന ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അർജുന ഒരിക്കലും അബീനെ വെറുക്കാനോ ദ്രോഹിക്കാനോ ഒന്നും കഴിയത്തില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഡ്ഡുകിറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയൊരു സ്പെഷ്യൽ പ്രോമോയാണ് കേട്ടോ ഇത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവിക്കാൻ പോകുന്ന 100% സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. ഈ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി, ഈ സംഭവിക്കാൻ പോകുന്ന ഈ ഒരു കാര്യത്തെപ്പറ്റി നമ്മളെല്ലാവരും പലവട്ടം ആലോചിച്ചിട്ടുള്ളതാണ്, ഞാനും നിങ്ങളും എല്ലാവരും കേട്ടോ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അത് സംഭവിച്ചേ പറ്റത്തുള്ളൂ, അത് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ ഒരു ഇൻസിഡൻ്റാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതെന്താണെന്ന് അറിയാനായിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും കാര്യങ്ങളിലേക്ക് പോകാം. നമുക്കറിയാം, നമ്മൾ വീക്കിൻ്റെ പ്രൊമോ കണ്ടു, അതിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടു അല്ലേ. അപ്പോൾ അതിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ നമ്മളെ സന്തോഷിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അർജുനും അഞ്ജലിയും ശംഖചക്രം വിട്ട് ഇറങ്ങി എന്നുള്ളതാണ്. നമ്മളേറെ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ശംഖചക്രത്തിലേക്ക് നമ്മുടെ അഞ്ജലിക്കുട്ടി കാല് വെച്ച ആ ഒരു നിമിഷം മുതൽ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇവിടെ മുൻപോട്ടുള്ള അർജുൻ്റെയും അഞ്ജലിയുടെയും ജീവിതം അത്ര സുഗമമായിരിക്കില്ല എന്ന്. എന്താണെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് ഞാനും ആഗ്രഹിച്ചു. നിങ്ങളും ഒരുപാട് പേര് കമൻറ്റ് വഴിയൊക്കെ പറഞ്ഞു, എന്തിനാണ് അഞ്ജലിയും കൂട്ടി അർജുൻ അവിടെ നിൽക്കുന്നത്, അവിടെ നിന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ എന്നൊക്കെ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടന്നു എന്ന് ഉറപ്പായിരിക്കുകയാണ്. അർജുനെയും കൂട്ടി അഞ്ജലി ശംഖചക്രത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അർജുൻ അഞ്ജലിയും കൂട്ടി ഇറങ്ങി, അങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ അർജുൻ അഞ്ജലിയും കൂട്ടി ശംഖചക്രത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അതിന് പിന്നിലുള്ള റീസൺ എന്താണെന്ന് അറിയില്ല. രാഘവൻ ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ അർജുൻ എന്തോ ഒരു കാര്യം ചെയ്തത് രാഘവനെ നല്ല രീതിയിലൊന്ന് ചോട്ടിപ്പിച്ചിട്ടുണ്ട്. അത് എന്താണെങ്കിലും നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു പത്മ കേസുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണോ എന്നെനിക്കൊരു സംശയം തോന്നുകയാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യമാണോ എന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ അർജുനും അഞ്ജലിയും ശംഖചക്രത്തിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അവരിനി എങ്ങോട്ടേക്ക് പോകും എന്നൊരു ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ അതിനൊരു ഉത്തരം എന്ന വണ്ണം നമ്മുടെ അഞ്ജലിയുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ അർജുൻ എവിടെ എന്നൊരു ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അർജുൻ എങ്ങോട്ട് പോയി എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി. ഒരുപക്ഷെ അമ്പാടിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അർജുൻ എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവുമല്ലോ. അപ്പോൾ അമ്പാടിയുടെ സപ്പോർട്ടുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. ഒരുപക്ഷെ ഫാമിലിയൊക്കെയായിരിക്കും പോയിരിക്കുക, അത് ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഒരുപക്ഷെ അഞ്ജലിയുടെ പുറകെ തന്നെ അർജുനും അവിടേക്ക് വരുമോ എന്നാണ്. പക്ഷേ അഞ്ജലിയുടെ വീട്ടിൽ നിൽക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ വരാം, അപ്പോൾ അങ്ങനെയും സംഭവിക്കാം കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ അപ്പോൾ ഈ അർജുനും അഞ്ജലിയും ശംഖചക്രം വിട്ട് ഇറങ്ങുന്നതിനിടയിൽ വലിയൊരു സംഭവം ഉണ്ടാകാനായിട്ട് പോവുകയാണ് കേട്ടോ. ആ ഒരു കാര്യം നമ്മൾ ഈ ഇന്നലെ വന്ന വീക്കിൻ്റെ പ്രൊമോയിലും കണ്ടിട്ടുണ്ട്. എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത് അബി 2 ദിവസം ടൂറിന് പോയിരിക്കുകയാണ്. ഈ 2 ദിവസത്തിന് ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പാവം അബികുട്ടൻ ഇതൊന്നും അറിയുന്നില്ല, പുള്ളി ഇങ്ങനെ കറങ്ങി നടക്കുകയാണല്ലോ. അബി ഉടനെ എങ്ങും തിരിച്ചു വരരുതേ എന്നാണ് അനുപമയുടെ ഇപ്പോഴത്തെ പ്രാർത്ഥന. വന്നു കഴിഞ്ഞാൽ പണി പാളിയത് തന്നെ. നമുക്കറിയാം, അർജുനും അഞ്ജലിയും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് അബി അവസാന നിമിഷം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം നമ്മൾ എപ്പിസോഡുകളൊക്കെ കണ്ടതാണ്. അവർ തമ്മിൽ ഇഷ്ടമാണ് എന്നുള്ളൊരു കാര്യം അനുപമ അബിയുടെ ഹൃദയം തുളച്ചുകൊണ്ട് ആ ഒരു കാര്യം വെളിപ്പെടുത്തിയ ഒരു കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണല്ലേ. പക്ഷേ അവർ തമ്മിൽ ഒന്നായിട്ടില്ല. ആ ഒരു ആശ്വാസത്തിലാണ് അബി നടക്കുന്നത്. അബിക്കാണ് എങ്ങനെയെങ്കിലും നമ്മുടെ അഞ്ജലിയെ സ്വന്തമാക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്. നമുക്കറിയാലോ, അബീനെ കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല അല്ലേ. ഒരു വിധത്തിൽ നോക്കിയ കഷ്ടം തോന്നും അബിയെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ. എനിക്ക് സത്യത്തിൽ വിഷമം തോന്നുന്നുണ്ട്. അബി ഇപ്പോൾ ഒരു ഭർത്താവാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷേ അബി അഞ്ജലിക്കുട്ടീനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ശരിക്കും പറഞ്ഞാൽ അഞ്ജലിയെ കണ്ടിട്ടല്ലേ നമ്മുടെ അബി ഒരു ചതിക്കുഴി വീണ് പോയതല്ലേ. ഈ അനുപമ ആ ഒരു ചതിയിൽ പെടുത്തിയതല്ലേ. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ അബീനെ പറ്റി നമുക്കൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്കിലും അറിയാലോ, ഒരു പെണ്ണിനെ സ്വന്തമാക്കാനായിട്ട് ഏതറ്റം വരെയും ചിലപ്പോൾ ചില ആളുകളൊക്കെ പോയെന്ന് വരാം. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ അബി ടൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അപ്പോൾ അപ്പോഴും നമുക്ക് പ്രൊമോയിലാണ് ഈ സീനുകളൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ അബി ടൂർ കഴിഞ്ഞ് തിരിച്ചു വരും. ആ ഒരു സമയത്ത് അഞ്ജലി അവിടെ ഇല്ല. എനിക്കൊന്ന് കോടതിയിൽ പോയതായിരിക്കും.
അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ പോയതായിരിക്കും. അങ്ങനെ അബി അവിടെ വരുമ്പോൾ അഞ്ജലി ഇല്ല. അപ്പോൾ ഈ നടന്ന സംഭവങ്ങളൊന്നും കാര്യമായിട്ട് ഒന്നും തന്നെ അബി അറിയുന്നില്ല. ചിലപ്പോൾ ഒരു നിസ്സാരമായ ടൈം പീരീഡിന് ഉള്ളിൽ നടക്കുന്ന കാര്യമായിരിക്കും കേട്ടോ അത്. അങ്ങനെ അബി ഇങ്ങനെ ബാൽക്കണി നിൽക്കുന്ന സമയത്താണ് അത് അഞ്ജലി കുട്ടി വന്ന് ഓട്ടോയിൽ ഇറങ്ങുന്ന ഒരു സീൻ കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അഞ്ജലി വന്ന് ഇറങ്ങുമ്പോൾ അബി ആകെ ഷോക്കഡായിപ്പോയി. എന്താണ് അഞ്ജലിക്ക് ഇവിടെ കാര്യം ശംഖുചക്രത്തിൽ? അങ്ങനെയാണ് നമ്മൾ വീക്കെൻഡ് പ്രമേയിൽ ആ ഒരു സംഭവം കാണുന്നത്. അഞ്ജലിയുടെ ഓടി വന്ന് ചോദിക്കുന്നത് എന്താണ് അഞ്ജലിക്ക് ഇവിടെ കാര്യം. അപ്പോൾ അനുപമ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലാണ് അവൾ വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ അർജുനും അഞ്ജലിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു എന്നുള്ളൊരു സത്യം അബി അറിയുന്നത്. അബിക്ക് വലിയൊരു ഷോക്കായി അത് മാറും. എന്തൊക്കെ പറഞ്ഞാലും അബിയുടെ ഉള്ളിൽ അഞ്ജലി ഉണ്ട്. എങ്ങനെയെങ്കിലും അഞ്ജലിയെ സ്വന്തമാക്കാനായിട്ട് പറ്റും, അനുപമ തൻ്റെ ജീവിതത്തിൽ നിന്ന് പോകും, അങ്ങനെയൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ അബിയുടെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പോൾ അർജുനും അഞ്ജലിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു എന്നറിയുമ്പോൾ ഒരുപാട് ഷോക്കിങ്ങും വിഷമമൊക്കെ ആകും ഈ അബിക്ക് കേട്ടോ. ഇതിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യത്തെ പറ്റി ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നടന്നു പോകും. വേറൊന്നുമല്ല, ഈ അഞ്ജലിയുടെ പേരിൽ അർജുനും അബിയും തമ്മിലൊരു ഹെവി സീനോ വഴക്കുണ്ടാകാനായിട്ട് ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അവർ തമ്മിൽ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് മാറാനായിട്ട് ഒരു ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ അബി ഇതിനെപ്പറ്റി അർജുനോട് പോയി ചോദിക്കും. അപ്പോൾ വലിയ വലിയ ഇഷ്യൂസൊക്കെ അവിടെ ഉണ്ടാകും. അല്ലെങ്കിൽ അത് മാത്രമല്ല, അങ്ങനെ തന്നെ ആവണമെന്നില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ അബിയുടെ മനസ്സിലുള്ള ഒരു പകയുണ്ടല്ലോ, അതായത് അർജുൻ അഞ്ജലി സ്വന്തമാക്കി അപ്പോൾ തന്നെ അർജുനോടൊരു പക അബിയുടെ മനസ്സിൽ വന്നു തുടങ്ങും. അതായത് അഞ്ജലിയോട് അനുപമയ്ക്കുള്ള പക പോലെ അബിക്ക് അർജുനോട് വലിയൊരു പകയുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടക്കും. അപ്പോൾ ഈ ഉള്ളിൽ ഉള്ള ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ അർജുനും അബിയും തമ്മിൽ അടിപിടിക്കും, ഹെവി സീനാകും ശംഖുചക്രത്തിൽ വെച്ചിട്ട്. അപ്പോൾ അതൊരു വലിയ ഇഷ്യൂവിലേക്ക് പോകും. അപ്പോഴാണ് അർജുന് മനസ്സിലാകുന്നത് ഇത്രയും നാൾ അബി നീറിയാണ് ജീവിക്കുന്നത് എന്നും ഇതിനിടയിൽ ഒരുപാട് ചതിക്കുഴികളിലൂടെയാണ് അബി കടന്നു വന്നത് എന്നും അനുപമയാണ് ഇതിന് പിന്നിൽ കളിച്ചിട്ടുള്ളത് എന്നും അബി സ്വന്തമാക്കാനായിട്ട് ആദ്യം ആഗ്രഹിച്ചത് അഞ്ജലിയെ ആണെന്നും അഞ്ജലിയെ മാത്രമാണ് അബി ഇപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നും അർജുൻ തിരിച്ചറിയാണ്. ഇത് ഒരുപാട് ശരിക്കും പറഞ്ഞാൽ വലിയ മനോവിഷമമാണ് നമ്മുടെ അർജുൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അർജുൻ ഒരിക്കലും അബിനെ വെറുക്കാനോ ദ്രോഹിക്കാനോ ഒന്നും കഴിയത്തില്ല. പക്ഷേ ഈ ഒരു സംഭവം പറയുമ്പോൾ ഒരുപാട് വിഷമമാണ് നമ്മുടെ അർജുൻ ഉണ്ടാകാനായിട്ട് പോകുന്നത് കേട്ടോ. പക്ഷെ അബിയുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെയല്ല കേട്ടോ. അബി ഒരിക്കലും ഈ ഒരു രീതിയിലല്ല. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് അബിയുടെ ചിന്തകൾ പോവുക. അബിയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് അർജുൻ മാറും. അർജുനെ ഇല്ലാതാക്കണമെന്ന രീതിയിലേക്കൊക്കെ ആയിരിക്കും അബി ചിന്തിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല അബിയും അർജുനും തമ്മിലുള്ള ആ ഒരു വഴക്കും പ്രശ്നങ്ങളും ഒന്നും നമ്മൾ ഒട്ടും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. പക്ഷേ ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് സംഭവിച്ചേ തീരും. ഈ ഒരു കാര്യം സംഭവിക്കും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടാകും. അപ്പോൾ അബി ഇങ്ങനെ പല കാര്യങ്ങളും അർജുനെതിരെ ചെയ്യാനും ചാൻസ് ഉണ്ട്, അഞ്ജലിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് അപ്പോഴെല്ലാം അർജുൻ ക്ഷമയോടെ ഇങ്ങനെ നേരിടും. പക്ഷെ ഒരുപാട് വിഷമം നമ്മുടെ അർജുൻ്റെ ഉള്ളിലുണ്ടാകും കേട്ടോ. അപ്പം അഞ്ജലിയും ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരുപാട് ബാധിക്കും. എന്താണെങ്കിലും ഇങ്ങനൊരു സംഭവം ഉറപ്പായിട്ടും അഞ്ജലിക്ക് വേണ്ടിയിട്ട് അർജുനും അബിയും തമ്മിലുള്ളൊരു യുദ്ധം നമ്മൾ കാണേണ്ടി വരും കേട്ടോ. എന്താണെങ്കിലും ഈ ഒരു സംഭവം നടക്കും. എന്താണെങ്കിലും കാത്തിരുന്ന് കാണാം. അപ്പോൾ നാളെ വേറെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും റിവ്യൂസൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.